ഇംഗ്ലണ്ടിനെതിരായ ടെസ്റ്റ് പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ഒന്നാം ദിനം പിരിയുമ്പോൾ ഇന്ത്യ മികച്ച നിലയിൽ. ഇംഗ്ലണ്ടിന്റെ ഒന്നാം ഇന്നിംഗ്സ് സ്കോറായ 246 റൺസിന് മറുപടി പറയാനിറങ്ങിയ ഇന്ത്യക്ക് തകർപ്പൻ തുടക്കമാണ് ലഭിച്ചത്. ഒന്നാം ദിനം സ്റ്റമ്പെടുക്കുമ്പോൾ 23 ഓവറിൽ 1 വിക്കറ്റ് നഷ്ടത്തിൽ 119 റൺസ് എന്ന നിലയിലാണ് ഇന്ത്യ. 70 പന്തിൽ 76 റൺസെടുത്ത യശസ്വി ജയ്സ്വാളും 14 റൺസുമായി ശുഭ്മൻ ഗില്ലുമാണ് ക്രീസിൽ. ക്യാപ്റ്റൻ രോഹിത് ശർമ്മയുടെ വിക്കറ്റ് മാത്രമാണ് ഇന്ത്യക്ക് നഷ്ടമായത്. ജാക്ക് ലീച്ചിന്റെ പന്തിൽ 27 പന്തിൽ 24 റൺസെടുത്ത ഹിറ്റ്മാൻ ബെൻ സ്റ്റോക്സിന് ക്യാച്ച് നൽകിയാണ് പുറത്തായത്. 9 വിക്കറ്റുകൾ കയ്യിലിരിക്കെ ഇംഗ്ലണ്ടിന്റെ സ്കോറിനൊപ്പമെത്താൻ ഇന്ത്യക്ക് 127 റൺസ് മാത്രം മതി. നേരത്തെ ടോസ് നേടി ആദ്യം ബാറ്റിംഗിനിറങ്ങിയ ഇംഗ്ലണ്ടിന്റെ ആദ്യ ഇന്നിംഗ്സ് 246 റൺസിൽ അവസാനിച്ചു. ഇന്ത്യയുടെ സ്പിൻ കെണിയിൽ കുരുങ്ങി 64.3 ഓവറിലാണ് ഇംഗ്ലണ്ട് കൂടാരം കയറിയത്. 70 റൺസെടുത്ത ക്യാപ്റ്റൻ ബെൻ സ്റ്റോക്സ് ആണ് ഇംഗ്ലണ്ടിന്റെ ടോപ്പ് സ്കോറർ. ഇന്ത്യക്കായി അശ്വിനും ജഡേജയും 3 വിക്കറ്റുകൾ വീതം വീഴ്ത്തി. തങ്ങളുടെ പതിവ് ബേസ്ബോൾ ശൈലിയിൽ ആക്രമിച്ചു കളിക്കാൻ തീരുമാനിച്ച ഇംഗ്ലണ്ട് 11 ഓവർ പിന്നിട്ടപ്പോൾ വിക്കറ്റ് നഷ്ടമില്ലാതെ 53 റൺസിൽ എത്തി. എന്നാൽ ഇന്ത്യൻ സ്പിന്നർമാർ എത്തിയതോടെ വിക്കറ്റ് വീഴ്ച തുടങ്ങി. ആദ്യ സെഷൻ പൂർത്തിയാകുമ്പോൾ ഇംഗ്ലണ്ട് സ്കോർ 3-ന് 108 റൺസായിരുന്നു. പിന്നീട് കൃത്യമായ ഇടവേളകളിൽ വിക്കറ്റുകൾ വീണുകൊണ്ടേയിരുന്നു. ബെൻ സ്റ്റോക്സിനെ കൂടാതെ ഇംഗ്ലണ്ട് നിരയിൽ ആർക്കും പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല എന്നതാണ് വാസ്തവം. ജോണി ബെയർസ്റ്റോ 37ഉം ബെൻ ഡക്കറ്റ് 35ഉം റൺസെടുത്ത് പുറത്തായി. ഇന്ത്യക്കായി രവിചന്ദ്രൻ അശ്വിനും രവീന്ദ്ര ജഡേജയും 3 വിക്കറ്റുകൾ വീതം വീഴ്ത്തി. അക്ഷർ പട്ടേലും ബുംറയും 2 വിക്കറ്റുകൾ വീതം നേടി. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.